ലോകത്തിലെ പ്രശസ്തമായ കലാസൗധങ്ങളിലൊന്ന് ഫ്രാൻസിലെ ലുവ്ർ മ്യൂസിയത്തിൽ അതിഭീകരമായ ഒരു കവർച്ച നടന്നിരിക്കുന്നു. പെരും കൊള്ള, നൂറ്റാണ്ടിൻ്റെ കവർച്ച എന്ന് വിശേഷിപ്പിക്കാവുന്ന പാരീസിലെ ലുവ്ർ മ്യൂസിയത്തിൽ നടന്ന ജ്വല്ലറി മോഷണത്തെ പറ്റിയാണ് പറയുന്നത്. സമയം രാവിലെ 9:30. മ്യൂസിയത്തിൽ അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകർ എത്തിത്തുടങ്ങുന്നു. ആ സമയത്താണ് മ്യൂസിയത്തിലെ അപ്പോളോ ഗ്യാലറിയിൽ നിന്ന് 8 അമൂല്യമായ ഫ്രഞ്ച് രാജകീയ ഉപഹാരങ്ങൾ കള്ളന്മാർ പകൽ വെളിച്ചത്തിൽ മോഷ്ടിച്ചത്. അതും അവിശ്വസനീയമായ വേഗതയിൽ, വെറും 4 മിനിറ്റിനുള്ളിൽ. ലുവ്ർ മ്യൂസിയത്തിൻ്റെ പ്രാധാന്യമറിഞ്ഞാലേ ഈ മോഷണം എത്ര വാർത്താ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയമാണ് ലുവ്ർ മ്യൂസിയം. ഫ്രാൻസിലെ പാരീസിലെ സൈൻ നദീ തീരത്താണ് ലുവ്ർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിലെ ഒരു കോട്ടയായിരുന്നു ഇത്. 1793 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കലാഗൃഹമായി ലുവ്ർ മ്യൂസിയത്തെ മാറ്റി. മൊണാലിസ, വീനസ് ടി മിലോ, ഫ്രഞ്ച് രാജാക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും ആഡംബര ആഭരണങ്ങൾ, ഇങ്ങനെ തുടങ്ങി 33,000-ത്തിലധികം ചരിത്രശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിരിപ്പുണ്ട്. നമ്മളൊക്കെ കാണുന്ന മൊണാലിസയുടെ ചിത്രമടക്കം. മ്യൂസിയത്തിലെ സുപ്രധാന ആകർഷണങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് അപ്പോളോ എന്ന് പറയുന്ന ഗ്യാലറി. ആകെ സ്വർണ്ണമയമായ ഗ്യാലറി. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് രാജകീയതയുടെ അവശേഷിപ്പുകളെയാണ് ഈ ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നെപ്പോളിയൻ അടക്കമുള്ള ആളുകളുടെ, അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രശേഷിപ്പുകൾ, നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലെ 20 കാരറ്റ് പിങ്ക് ഡയമണ്ടായ ഹോട്ടൻസിയ ഡയമണ്ട് അടക്കമുള്ള ഫ്രാൻസിൻ്റെ രാജകീയ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന നിരവധി വജ്രങ്ങളും രത്നങ്ങളും അടങ്ങുന്ന, കിരീടങ്ങൾ അടങ്ങുന്ന, ആഭരണങ്ങൾ അടങ്ങുന്ന ഒരു ഗാലറിയാണിത്. 1792 വിപ്ലവകാലത്ത് ഭൂരിഭാഗം ആഭരണങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു. പക്ഷേ കുറച്ചൊക്കെ അവശേഷിപ്പുകൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ട് വരികയായിരുന്നു. അതിൽ നെപ്പോളിയൻ്റെ രത്നങ്ങളടക്കം സൂക്ഷിക്കുന്ന ലുവ്ർ മ്യൂസിയത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നിട്ടുള്ളത്. മുമ്പും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. 1911 മ്യൂസിയത്തിലെ ഒരു ജീവനക്കാരൻ തന്നെ മൊണാലിസയുടെ ചിത്രം പോലും കവർന്നെടുത്തു കൊണ്ടുപോയിരുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഇറ്റലിയിൽ നിന്നാണ് ഈ ചിത്രം വീണ്ടെടുക്കുന്നത്. ചില ചിത്രങ്ങളൊക്കെ മോഷണം പോയത് ഇതുവരെ കണ്ടെടുത്തിട്ട് പോലുമില്ല. 2020 ശേഷം ഫ്രാൻസിലെ വേറെയും മ്യൂസിയങ്ങളിൽ നിരവധി മോഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഹീറോൺ മ്യൂസിയം, അഡ്രിയൻ ഡുബോച്ച് മ്യൂസിയം, ഇങ്ങനെ തുടങ്ങിയ മ്യൂസിയങ്ങളിലെല്ലാം കള്ളന്മാർ കയറി വിലസിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ ലുവ്ർ മ്യൂസിയത്തിൻ്റെയും സുരക്ഷിതത്വത്തെക്കുറിച്ച്, സുരക്ഷിതത്വങ്ങളുടെ സംരക്ഷണത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പലരും പറയാറുണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലുവ്ർ ന്യൂ റിനൈസൻസ് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 800 മില്യൺ യൂറോ ചെലവിട്ട് ലുവ്ർ മ്യൂസിയത്തിൽ പുനരന്വേഷണവും സുരക്ഷിതത്വവും ഉൾപ്പെടെയുള്ള പദ്ധതികളായിരുന്നു ഇത്. പക്ഷേ കഴിഞ്ഞ ജൂൺ 16 ലുവ്ർ മ്യൂസിയത്തിൽ ജീവനക്കാരുടെ ഒരു സമരം നടന്നിരുന്നു. ദിനേന 30,000-ൽ കൂടുതൽ സന്ദർശകർ ലുവ്ർ മ്യൂസിയത്തിൽ വന്നു പോകുന്നുണ്ട്. എന്നിട്ടും ആവശ്യമുള്ളത്ര ജീവനക്കാരില്ലാത്തത്, അനുയോജ്യമായ ജോലി സാഹചര്യങ്ങളില്ലാത്തത്, ഇങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ സമരം നടത്തിയിരുന്നത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഈ പെരും കള്ളക്കടത്ത് ലുവ്ർ മ്യൂസിയത്തിൽ നടന്നത്. ഞായറാഴ്ച ദിവസം ലുവ്ർ മ്യൂസിയം തുറന്ന് സന്ദർശകർ വന്നു തുടങ്ങി വെറും 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4 കള്ളന്മാർ സൈൻ നദീതീരത്തിലൂടെ വന്ന് മ്യൂസിയത്തിനു പുറത്ത് ഒരു ട്രക്കിൽ വന്നു നിന്നു. അവർ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ഹൈ വിസിബിലിറ്റി വെസ്റ്റുകൾ അണിഞ്ഞു. മ്യൂസിയം തൊഴിലാളികളായി വേഷം മാറി. നൂതന ആയുധങ്ങൾ ഉപയോഗിച്ച് ഗ്ലാസ് ജനാലകളിലൂടെ അകത്ത് കയറി. 2 ഗ്ലാസ് ഡിസ്പ്ലേകൾ തകർത്തു. രക്ഷാധികാരികളെ പവർ ടൂളുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. സന്ദർശകരെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു. 3 മിനിറ്റ് 57 സെക്കൻഡ്, അതിനുള്ളിൽ 8 അമൂല്യമായ വസ്തുക്കൾ അവിടെ നിന്ന് കവർന്നെടുത്തു. മ്യൂസിയം ഉടൻ അടച്ചു. സന്ദർശകർക്ക് ടിക്കറ്റ് റീഫണ്ട് നൽകി. കവർന്നെടുത്ത വസ്തുക്കളാണെങ്കിലോ ഏറെ അമൂല്യമായ ചരിത്രശേഷിപ്പുകളാണ്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 3-ാം നെപ്പോളിയൻ്റെ ഭാര്യയുടെ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങൾ, രാജ്ഞിമാരുടെ എമറോൾഡ് നെക്ലസുകൾ, കമ്മലുകൾ,
ഹോട്ടൽസിയ, ഡയമണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി ആഭരണങ്ങളാണ് കൊള്ള നടത്തി കൊണ്ടുപോയത്. അതിൽ ഓരോന്നിലും ആയിരക്കണക്കിന് ഡയമണ്ടുകളും വജ്രങ്ങളും എമറാൾഡുകളും റോസ് കട്ട് ഡയമണ്ടുകളും ഇങ്ങനെ തുടങ്ങി അമൂല്യമായ രത്നങ്ങളൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുള്ള ആഭരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ഇൻകാൽക്കുലബിൾ എന്നാണ് അഥവാ പ്രൈസ്ലെസ്, സാമ്പത്തികമായി അളക്കാനാവില്ല. അത്രയും വിലമതിപ്പുള്ള വസ്തുക്കൾ. രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത്രയും കോടികളുടെ ശേഖരമുണ്ടായിട്ടും മോഷണം നടത്തിയ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ്. CCTV ഫുട്ടേജുകൾ, മറ്റു വീഡിയോകൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗാലറിയിലെ മുറിയുടെ 1/3 ഭാഗത്തും CCTV ഇല്ല എന്നും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഇനി പോലീസ് ഈ കള്ളന്മാരെ പിടിച്ചുവെന്ന് തന്നെ വെക്കാം. രത്നങ്ങൾ അടക്കമുള്ള വസ്തുക്കളെ വീണ്ടെടുക്കാനുള്ള സാധ്യതയും കുറഞ്ഞു വരികയാണത്രേ. രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി രത്നങ്ങളൊക്കെ വെട്ടിയെടുത്ത് മെറ്റലൊക്കെ മെൽറ്റ് ചെയ്ത് മണി ലോണ്ടറിങ് നടത്തുകയായിരിക്കും കള്ളന്മാർ ചെയ്യുക എന്നാണ് നിഗമനം. കാരണം ഈ ആഭരണങ്ങൾ അവയുടെ യഥാർത്ഥ രൂപത്തിൽ വിൽക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം ഓരോ ആഭരണങ്ങളും അത്രമേൽ പ്രസിദ്ധമായതാണ്. അതിനാൽ അവയെ മുറിച്ച് വിൽക്കേണ്ടി വരും. സ്വർണവും വെള്ളിയും രത്നങ്ങളും വജ്രങ്ങളും എല്ലാം ഉരുക്കി മാറ്റി വജ്രങ്ങളൊക്കെ വേർപ്പെടുത്തി ചെറുതാക്കി മുറിക്കാൻ സാധ്യതയുണ്ട്. ഉരുക്കിയ സ്വർണം വീണ്ടും വിൽക്കുന്ന സമയത്ത് അത് നെപ്പോളിയൻ്റെ ആഭരണങ്ങളിൽ നിന്ന് എടുത്തതാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ടെക്നോളജികൾ ഉപയോഗിക്കേണ്ടി വരും. അത് വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും. നമ്മുടെ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം, അവയുടെ സുരക്ഷ, ഇതൊക്കെ എത്രത്തോളമുണ്ടെന്ന് പിന്നെയും ചർച്ചകൾ ഉയരുകയാണ്. വെറും 3 മിനിറ്റും 57 സെക്കൻഡുകളും കൊണ്ട് അത്രയും സുരക്ഷയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സുപ്രധാനമായ മ്യൂസിയം, ലൂവർ മ്യൂസിയം, അതിലെ അപ്പോളോ ഗാലറിയിൽ നിന്ന് അത്രയും വിലപിടിപ്പുള്ള വജ്രങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക. എന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെക്കുറിച്ച് ഒരു വിവരവുമില്ലാതിരിക്കുക. നൂറ്റാണ്ടിൻ്റെ മോഷണം എന്നറിയപ്പെടുന്ന ഈ മോഷണം ഉയർത്തിവിടുന്ന ഒട്ടനേകം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും ഉത്തരമില്ലാതെ കിടക്കുകയാണ്.